നമസ്കാരം. ഓം നമ ശിവായ. ശനി പൊതുവെ മോശഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമായാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ ശനിയുടെ ഓരോ മാറ്റങ്ങളും അതിൻ്റെ സ്ഥാനത്തിനനുസരിച്ച് മാറി മാറിയാണ് വരുന്നത്. പലപ്പോഴും ജ്യോതിഷത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റങ്ങൾ വളരെയധികം സ്വാധീനമാണ് ഓരോ രാശിക്കാരിലും ചെലുത്തുന്നത്. രണ്ട് ഗ്രഹങ്ങളും അവയുടെ സ്ഥാനം മാറ്റുമ്പോൾ അത് പ്രതികൂലമായി ബാധിക്കുന്ന ചില രാശിയുണ്ട്. ശനിയും വ്യാഴം ജൂലൈ മാസത്തിൽ സ്ഥാനം മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ചില രാശിക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഇവയെല്ലാം സ്വാധീനം ചെലുത്തുന്നു എന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ പ്രതികൂല അവസ്ഥകൾ നേരിടേണ്ടി വരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി സഞ്ചാരം പല വിധത്തിലുള്ള നെഗറ്റീവ് മാറ്റങ്ങൾക്കാണ് കാരണമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇവരുടെ സാമ്പത്തികമായ പ്രതിസന്ധിയാണ്. നിങ്ങളെ ഇത് സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിവിടുന്നു. സാമ്പത്തികമായി വരവില്ലെങ്കിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, സാമ്പത്തിക അടിത്തറ ഇളകും, നിക്ഷേപങ്ങൾക്ക് പറ്റിയ സമയമല്ല, കടബാധ്യതകൾ ഉണ്ടാകുന്നു, എവിടെന്നെങ്കിലും വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസകൾ മുടങ്ങിക്കിടക്കും, പണം വരാതെ ഇരിക്കും. അതുമൂലം പല പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ബിസിനസ് നഷ്ടത്തിലേക്കാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും അത് നിങ്ങളെ മാനസിക സമ്മർദ്ദത്തിലാക്കിയേക്കാം. മൊത്തത്തിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫലമാണ് ഇത് നൽകുന്നത്. ജീവിതത്തിൽ കൂടുതൽ ദുസ്സഹമായ അവസ്ഥ ഇതുമൂലം ഉണ്ടാകുന്നു. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പോലും നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അനാരോഗ്യം നിങ്ങളെ വേട്ടയാടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആരോഗ്യപരമായ എന്തെങ്കിലും സൂചനകളോ ലക്ഷണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുക. ഏറ്റവും പ്രധാനം, ഇതിനൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക എന്നതാണ് ഈ ശനിദോഷത്തിൽ നിന്നും ഒക്കെ മുക്തി നേടാനുള്ള ഒരു ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്യുക. അത് എന്തോ ആയിക്കോട്ടെ, മനമുരുകി പ്രാർത്ഥിക്കുക ഈ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ രാശിക്കാർ നേരിടാൻ വേണ്ടി പോകുന്നത്. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഗുണപരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാലയളവാണ് ഇത്. എന്നാൽ അതിനെല്ലാം തടയിടുന്ന ഒരു വക്രഗതി സഞ്ചാരമാണ് ശനി ഇപ്പോൾ നടത്തുന്നത്. ഇത് നിങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. പ്രത്യേകിച്ച് അപരിചിതരോട് ഇടപെടുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. അപരിചിതരുമായുള്ള ബന്ധം നിങ്ങളെ വലിയ നഷ്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്കോ ഒക്കെ നയിക്കുന്നതായി കാണുന്നു. അനാവശ്യ ആശങ്കകൾ ഉണ്ടാകും നിങ്ങൾക്ക്. മനസമാധാനമില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ, ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സമചിത്തതയോടുകൂടി മുന്നോട്ട് പോവുക. പലപ്പോഴും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ജോലി സ്ഥലത്തൊക്കെ ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകും. വിചാരിച്ച പോലെ നിങ്ങൾക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ചില തടസ്സങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം. പുതിയ ജോലിയിലേക്ക് മാറാൻ പറ്റിയ ഒരു സമയമല്ല. ഉള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് പോകാതിരിക്കുക. കാരണം പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലി നിങ്ങൾക്ക് ഒട്ടും അനുയോജ്യമാകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഈ ജോലിയുമില്ല ആ ജോലിയുമില്ല എന്ന അവസ്ഥയിലെത്തും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചില അപകടങ്ങൾ, വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ പുതിയതായി ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് പറ്റിയ സമയമല്ല. പണം അമിതമായി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എവിടെയും. അത് നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വിദേശ യാത്രയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിലൊക്കെ കാലതാമസം ഉണ്ടാകുന്നതായി കാണുന്നു. അടുത്തത് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് ഈ സമയം, അതായത് ശനിയുടെ വക്രഗതിയിലെ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നതായിട്ട്
വരുന്നതായിട്ടാണ് കാണുന്നത്. പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇത്രയും മോശം സമയമില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. കുടുംബത്തിൽ കലഹമുണ്ടാകും, പ്രണയബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാധ്യത വരുന്നു. സാമ്പത്തിക നഷ്ടം, വലിയ സാമ്പത്തിക നഷ്ടം, ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പുതിയ ചില തുടക്കങ്ങൾക്ക്, അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ പരമായിട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. അതൊക്കെ ഒരു നല്ല നിലയിലേക്ക് എത്തിപ്പെടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. സാമ്പത്തിക നഷ്ടം വലിയ തോതിൽ സംഭവിക്കുന്നു എന്നതാണ് ഇത്. ഇവർ ശനിയെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ പോവുക, കഴിയാവുന്ന വഴിപാടുകൾ നടത്തുക, മനമുരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും ഒരു ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നും ഭഗവാന് കൊടുക്കണ്ട, മനമുരുകി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ആ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരു പരിധി വരെ നമുക്ക് ദുരിതങ്ങളിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. മകരത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഈ രാശിക്കാർ കടന്നു പോകുന്നത് എന്നതിൽ സംശയം വേണ്ട. പ്രതികൂലമായ പല ഫലങ്ങളും നിങ്ങളെ വട്ടം കറക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. വൃശ്ചികം രാശിയാണ് അടുത്തത്. വ്യാഴത്തിന്റെ ഉദയവും ശനിയുടെ വക്രഗതി സഞ്ചാരവും കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഈ വൃശ്ചികം രാശിക്കാരെ കൊണ്ടെത്തിക്കുന്നു. കടബാധ്യതകൾ ഉണ്ടാകാം, പലപ്പോഴും മേടിച്ച പൈസകൾ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ ഏറ്റെടുത്ത ജോലികൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ചേരാം. ഗുരുതരമായിട്ടുള്ള മാനസികമായിട്ടുള്ള വ്യഥ നിങ്ങൾ അനുഭവിക്കും. മാത്രവുമല്ല, ഒരു തീരുമാനങ്ങളും ഈ കാലയളവിൽ നിങ്ങൾ തിടുക്കപ്പെട്ടെടുക്കരുത്. ആലോചിച്ച് ചിന്തിച്ച് വളരെ ശ്രദ്ധയോടെ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ തിടുക്കപ്പെട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കും. ഇവരുടെ ജോലിയിലും ബിസിനസ്സിലും ഒക്കെ എപ്പോഴും ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ജോലിയിൽ നിങ്ങൾക്ക് സ്ഥിരതയില്ലാത്തൊരവസ്ഥ, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അതിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ശനിയുടെ അശുഭകരമായ ഫലം നിങ്ങളുടെ ജീവിതത്തെ വളരെ പ്രതിസന്ധികളിലൂടെ കൊണ്ടുപോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ആരോഗ്യം മോശമാവുന്നതിനുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ ചില ആശുപത്രി വാസമൊക്കെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇത്തരം അവസ്ഥയെ ഒരിക്കലും നിങ്ങൾ നിസ്സാരമാക്കരുത്. വളരെയധികം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഏത് പ്രതിസന്ധിയെയും ഏത് കഷ്ടകാലത്തെയും തരണം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ ഈശ്വര സ്വാധീനം, ഈശ്വരാനുഗ്രഹം കുറവാകുന്ന ഒരു സമയമാണ് ഈ രാശിക്കാർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാനെ മനമുരുകി പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക. അങ്ങനെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഈശ്വരാനുഗ്രഹം നേടിയെടുക്കാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾക്കൊന്നും തുടക്കമിടരുത്. സാമ്പത്തികമായിട്ടൊക്കെ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക്. അടുത്തത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി സഞ്ചാരം വളരെ മോശം ഫലമാണ് നൽകുന്നത് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. മറ്റ് രാശിക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നൊഴിയാതെ ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, കുടുംബ വഴക്കുണ്ടാകാം, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പലപ്പോഴും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം വളരെ പെട്ടെന്ന് മാറി മറിയും ശനിയുടെ പിന്നോക്ക ചലനത്തിൽ. അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈശ്വരാനുഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോവുക, ദൈവവിശ്വാസം മുറുകെ പിടിക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, കഴിയുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. നിസാരമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ നെഗറ്റീവായി ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അത് നിസാരമെന്ന് കരുതുമെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ഫലം കൊണ്ടുതരും. മാത്രവുമല്ല, ചെയ്യാത്ത തെറ്റിന് നിങ്ങൾക്ക് പലപ്പോഴും
കുറ്റം ഏൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം, ഓഫീസിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മുറിപ്പെടുത്തുന്ന രീതിയിൽ മേലധികാരികൾ സംസാരിക്കും, ജോലി സ്ഥലത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകാം, നിങ്ങൾക്ക് കുറേ പണം എവിടുന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ആ പണം കിട്ടാതിരിക്കുക, അത് കെട്ടിക്കിടക്കുക, കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അത് നന്നായി ആലോചിച്ച് തീരുമാനിച്ചൊക്കെ ആ ജോലിയിലേക്ക് പ്രവേശിക്കുക. കാരണം അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചില ഫലങ്ങൾ തരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലൊന്നും അമിതമായിട്ട് പണം ചെലവാക്കേണ്ട ഒരു സമയമല്ല, ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമല്ല. അതൊക്കെ ചിലപ്പോൾ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാം. അത് നിങ്ങളെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ രാശിക്കാർ, നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചിട്ടായിരിക്കും, നല്ല ചിന്തയോടുകൂടിയായിരിക്കും ഒരാളുടെ അടുത്തൊരു കാര്യം പറയുന്നത്. അത്തരം കാര്യങ്ങൾ പക്ഷെ നിങ്ങളെ നെഗറ്റീവായി ബാധിച്ചേക്കാം, അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം. പിന്നെ ജാമ്യം നിൽക്കുന്നത് പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. അതൊക്കെ നിങ്ങൾക്ക് വലിയ തലവേദനയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ദൈവത്തെ മനമൊരുകി പ്രാർത്ഥിക്കുക. ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാൻ വേണ്ടി ഈശ്വരനിൽ അർപ്പിക്കുക. അപ്പോൾ പലപ്പോഴും ജാതകത്തിൻ്റെയൊക്കെ കാരണങ്ങളാൽ ഇത് മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കാം ഓരോ നക്ഷത്രക്കാർക്കും. അതുകൊണ്ട് ഈ രാശിക്കാർ എന്തായാലും പൊതുവായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.